ഹലോ നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 28x32 ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ സെയിം മെയിൻ ക്ലോത്തിൻ്റെ വലിപ്പത്തിലുള്ള ലൈനിങ് ക്ലോത്ത് 28x32 ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിന് 26x30 എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ തുണി ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ മെയിൻ ക്ലോത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റോറേജ് ആയിട്ടുള്ള ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അലമാരിയിൽ നന്നായിട്ട് അടുക്കി വയ്ക്കാൻ സ്ഥലം തികയാത്ത കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻ തുണി ഉൾഭാഗത്ത് പ്ലാസ്റ്റിക് വയ്ക്കുക. അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ തുണിയും ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് തുണിയുടെ. ആ തുണി ഇതേപോലെ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് 4 ഭാഗത്തും തയ്ച്ചെടുക്കണം. ഇപ്പോൾ 4 ഭാഗത്തും തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ലെങ്ത്ത് വൈസിൽ 32 ഇഞ്ച് എടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ രണ്ടും ഒന്ന് മടക്കിയിട്ട് ചേർത്ത് വയ്ക്കാം. അപ്പോൾ മടക്കി വെച്ചതിന് ശേഷം വീതി ഭാഗം ഇതേപോലെ വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ 4 മടക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ മടക്ക് ഭാഗം വരുന്ന ഒരു മൂലഭാഗം ഉണ്ടല്ലോ, അവിടെ മടക്കാണ്. 2 സൈഡ് മടക്ക് ഭാഗവും 2 സൈഡ് തുറന്ന വശമാണ്. അപ്പോൾ ഇതിൽ ഈ താഴെ ഭാഗത്തെ മടക്കി വെച്ചിട്ടുള്ള ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത് മടക്കിയ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് ശേഷം ഈ മൂലഭാഗം വിരലുകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പിന്നുണ്ടല്ലോ, അതിങ്ങനെ നടുഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തി പിടിച്ചിട്ട് വേറൊരു ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സെൻറ്റർ ഭാഗം, അത് ഇതേപോലെ ആദ്യം വെച്ച ഭാഗത്തേക്ക് ഇതേപോലെ 2 ഭാഗവും ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 പിൻ ചെയ്ത ഭാഗവും ഇതേപോലെ നടുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇത് നന്നായിട്ട് കൈ ഉള്ളിലേക്ക് കടത്തി നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഇങ്ങനെ ഒന്ന് തിരിച്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ മടക്ക് ഭാഗം ഉണ്ടല്ലോ, അത് വീണ്ടും ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്താൽ മതിയാവും. അതിനുശേഷം ഈ സൈഡ് ഇങ്ങനെ ഒന്ന് നടുഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. അതേപോലെ 2 സൈഡും ഇതേപോലെ നന്നായിട്ട് മടക്കി സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ 2 ഭാഗത്തുനിന്നും നടുഭാഗത്തേക്ക് താഴെ ഭാഗം മടക്കി വെച്ചിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെ ഇതേപോലെ മടക്കി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സെറ്റ് ചെയ്ത് കഴിയും. ഇനി ഇതാ ഈ മടക്ക് ഉള്ളിലൊരു ലൈൻ വരും, ആ ലൈനിന് അതേ അളവിൽ തന്നെ ഇതേപോലെ മടക്കി കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൂചി നൂലും വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. കൈത്തയ്യലാണ് തയ്ക്കാൻ പോണത്. ഇതേപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ഇഴയിൽ നൂല് കോർത്തിട്ടാണ് ഇപ്പോൾ ഇത് തയ്ച്ചെടുക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ച് 2-3 മടക്കൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഇത് മെഷീനിൽ തയ്ക്കാൻ നോർമൽ മെഷീനിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നൂലും സൂചിയും വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത്.
രണ്ട് ഭാഗവും ഇതേപോലെ മടക്കിയ ഭാഗം ഇതേപോലെ നന്നായിട്ട് നീറ്റായിട്ട് തയ്ച്ചെടുക്കാം. തയ്ച്ച് കഴിയുമ്പോൾ അവസാനം ഇത് ഒന്ന് കെട്ടിട്ടതിന് ശേഷം അറ്റം ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് കണ്ടോ സൂചി ഒന്ന് ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം, നൂല് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നടുവിൽ കുത്തിയിട്ടുള്ള പിന്നെടുത്ത് മാറ്റി. ഇപ്പോൾ ഇതാ ഒരു നല്ലൊരു സ്റ്റോറേജ് ബാഗ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബാഗാണ് ഇത്. കുട്ടികളുടെ ബുക്ക് വയ്ക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ അടക്കി അലമാരിയിൽ വയ്ക്കാനും ഉപകാരപ്പെടും. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റോറേജ് ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ ബുക്കുകളൊക്കെ അടക്കി വയ്ക്കാം. അതുപോലെ തന്നെ തുണികൾ അലമാരിയിൽ മടക്കി വയ്ക്കാനും ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.